എല്ലാവർക്കും മിക്സ് സ്പൈസസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്ന ബാക്കി വന്ന അപ്പമാവും വെച്ച് ഒരു അടിപൊളി അപ്പമാണ്. ഇത് നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇത് നല്ല സോഫ്റ്റും നല്ല മധുരമൊക്കെ ഉള്ള ഒരു അപ്പമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഏകദേശം ഒരു അരക്കപ്പ് അപ്പത്തിൻ്റെ മാവോളം എനിക്കിവിടെ ബാക്കി വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിൻ്റെ ഒപ്പം ഒരു അരക്കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വറക്കാത്ത റവയാണ്. വറുത്ത റവയാണെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ആദ്യം ഞാനൊരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വെള്ളത്തിൻ്റെ അളവിനനുസരിച്ച് നോക്കിയാണ് ബാക്കിയുള്ള 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ മധുരം എന്തോരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണം മധുരം ചേർത്ത് കൊടുക്കാൻ. ഇവിടെ 1/4 കപ്പും 1 ടീസ്പൂണുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഇപ്പോൾ 1/4 കപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 കപ്പ് കോക്കനട്ട് പൗഡർ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 1/4 കപ്പ് റവയും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പം മാവിടെ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ മൂടി വെക്കാം. കാരണം നമ്മുടെ റവയൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. ഇതിനകത്ത് നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല. കാരണം നമ്മൾ അപ്പമാവിലാണ് ഇത് തയ്യാറാക്കുന്നത്. അരമണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് പൊങ്ങിയിട്ടുണ്ട് മാവ്. ഇനി നമുക്കിതൊരു ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം. എന്നിട്ട് മാവ് കുറേശ്ശെയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യില്ല എങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിലും തേച്ച് കൊടുത്താൽ മതിയാവും. ഇത് മൂടി വെച്ച ശേഷം നമുക്ക് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ആവി കയറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള അപ്പമാവോട് നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ നമ്മുടെ കമൻസിലൊന്ന് അറിയിക്കണേ മറക്കാതെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം.